നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പ്രതിയെ പോലീസ് പിടികൂടി. ആനപ്പാന്തം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 21 വർഷം. കണ്ണീരോർമ്മയിൽ കാടർ കുടുംബങ്ങൾ. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിന് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമായി. വാർത്തകൾ വിശദമായി. പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പ്രതിയെ പോലീസ് പിടികൂടി. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. കൊലപാതക കേസിൽ തമിഴ്നാട് സ്വദേശി 34 വയസ്സുള്ള പ്രഭാകരനാണ് അറസ്റ്റിലായത്. മദ്യപിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 7:30യോടെയാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടായതും കല്ല് തലയിലേക്ക് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചതും. ചന്ദ്രനും പ്രഭാകരനും മറ്റൊരാളും ചേർന്നാണ് മദ്യപിച്ചിരുന്നത്. വിവിധ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. കുട്ടനല്ലൂർ കേന്ദ്രീകരിച്ച് ആക്രി പെറുക്കലും കൂലിപ്പണിയുമൊക്കെയായി കഴിയുന്നയാളാണ് പ്രഭാകരൻ. പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വെള്ളിക്കുളങ്ങര ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ കാടർ കുടുംബങ്ങൾക്ക് ജൂലൈ 15 എന്നും കണ്ണീരോർമ്മയാണ്. 2005 ജൂലൈ 15 പുലർച്ചെ കൊടുംകാടിന് നടുവിലെ കോളനിയെ ഉരുൾപൊട്ടൽ ദുരന്തം വേട്ടയാടിയത് ഇന്നും നോവായി മനസ്സിൽ സൂക്ഷിക്കുകയാണ് ഇവർ. വനത്തിനുള്ളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും വെള്ളവും 2 ജീവനുകളാണ് അന്ന് കവർന്നെടുത്തത്. വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്ക് 17 കിലോമീറ്റർ അകലെ ഉൾവനത്തിലുള്ള ആനപ്പാന്തം ഉന്നതിയിൽ അന്ന് കാടർ വിഭാഗക്കാരായ 56 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തി വന്നിരുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം ഇരുട്ടി വെളുക്കും മുൻപേ മാറ്റിമറിച്ചത് 2005 ഉരുൾപൊട്ടലാണ്. മഴ കോരിച്ചൊരിഞ്ഞ ആ രാത്രിയിൽ പതിവ് പോലെ ഉറങ്ങാൻ കിടന്ന ആദിവാസികൾ അർദ്ധരാത്രിയോടടുത്ത് വലിയൊരു ഇരമ്പം കേട്ടാണ് ഞെട്ടിയുണർന്നത്. കൂരിരുട്ടിൽ പുറത്തിറങ്ങിയവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലായില്ല. ഉരുൾപൊട്ടലിൽ മലയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ കല്ലും മണ്ണും 2 ജീവനുകൾ കവർന്നെടുത്തതായും ഏതാനും വീടുകൾ തകർത്തെറിഞ്ഞതായും വൈകാതെ അവർ മനസ്സിലാക്കി. ഉന്നതിയിലെ കുടിലിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 36 വയസ്സുള്ള ശാരദയ്ക്കും ഇവരുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഉൾവനത്തിലെ ഉന്നതിയിൽ അർദ്ധരാത്രിയിലുണ്ടായ ദുരന്തം പുറംലോകമറിഞ്ഞത് പിറ്റേന്ന് നേരം വെളുത്ത ശേഷമാണ്. വെള്ളിക്കുളങ്ങര സർക്കാർ സ്കൂളിൽ തുറന്ന താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പിറ്റേന്ന് തന്നെ ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്ന് സുരക്ഷിതമായ താമസത്തിന് പറ്റിയ ഇടമല്ല ഉന്നതി സ്ഥിതി ചെയ്യുന്ന ആനപ്പാന്തം പ്രദേശമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങളെ മറ്റൊരിടത്ത് പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ഇതിനനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള നടപടികൾ അനിശ്ചിതമായി വൈകി. കോടശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട മാരാങ്കോട് കശുമാവ് തോട്ടത്തിനോട് ചേർന്നുള്ള വനഭൂമിയിൽ പുനരധിവസിപ്പിക്കാനായി അന്നത്തെ സർക്കാർ പദ്ധതി തയ്യാറാക്കിയെങ്കിലും എതിർപ്പിനെ തുടർന്ന് നടപ്പായില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കാട്ടിലേക്ക് മടങ്ങിയ ആദിവാസി കുടുംബങ്ങൾ ആനപ്പാന്തത്തിന് സമീപത്തെ ചേരങ്കായം വനത്തിൽ കുടിലുകൾ കെട്ടി താമസം തുടങ്ങി. സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ നീണ്ടുപോയപ്പോൾ ആദിവാസി സംരക്ഷണ സമിതി അഡ്വക്കേറ്റ് AX വർഗീസ് മുഖേന ഹൈക്കോടതിയെ സമീപിച്ചു. ഇതേ തുടർന്ന് ആദിവാസികളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി അന്നത്തെ ജില്ലാ ജഡ്ജിയായിരുന്ന കെമാൽ പാഷയോട് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജി കമാൽ പാഷ 3 തവണയായി ചേരങ്കായം വനത്തിലെത്തി ആദിവാസികളുടെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കോടതിക്ക് നൽകി. ആദിവാസികൾക്ക് വാസയോഗ്യമായ വീടും കൃഷിഭൂമിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നൽകി ഇവരുടെ ക്ഷേമം ഉറപ്പാക്കണമെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. അന്ന് MLA ആയിരുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥന്റെ ഇടപെടലും ആനപ്പാന്തത്തെ ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് വഴിയൊരുക്കി. ചേരങ്കായം വനത്തിലെ താൽക്കാലിക കുടിലുകളിൽ 5 വർഷത്തോളം കഴിഞ്ഞ ആദിവാസി കുടുംബങ്ങളെ ഒടുവിൽ ശാസ്താംപൂവം വനപ്രദേശത്ത് വീടും ഭൂമിയും നൽകി പുനരധിവസിപ്പിക്കാൻ സർക്കാർ നടപടിയുണ്ടായി.
അങ്ങനെയാണ് ഉൾവനത്തിലുണ്ടായിരുന്ന ആനപ്പാന്തം ഉന്നതി വെള്ളിക്കുളങ്ങരയ്ക്ക് 7 കിലോമീറ്റർ മാത്രം അകലെയുള്ള ശാസ്താംപൂവത്തേക്ക് പറിച്ചു നട്ടപ്പെട്ടത്. ഇങ്ങനെയാണ് ഓരോ കുടുംബത്തിനും വീടും 1/2 ഏക്കർ വീതം കൃഷിഭൂമി നൽകിയാണ് ശാസ്താംപൂവത്ത് പുനരധിവസിപ്പിച്ചത്. കുടിവെള്ള പദ്ധതി, വൈദ്യുതി, അംഗൻവാടി, കമ്മ്യൂണിറ്റി ഹാൾ, വനവിഭവ ശേഖരണ വിതരണം, പൊതുശ്മശാനം, എല്ലാവർക്കും വാസയോഗ്യമായ വീടുകൾ, ഉന്നതി മുതൽ വെള്ളിക്കുളങ്ങര വരെ ടൈൽ പാകിയ വനപാത തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പിന്നീട് ഘട്ടം ഘട്ടമായി ഇവിടെ ലഭ്യമാക്കുകയായിരുന്നു. വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമം ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ മികച്ച ജീവിത സാഹചര്യമുള്ള അപൂർവം ആദിവാസി ഉന്നതികളിലൊന്നായി ശാസ്താംപൂവം കാടർ ഉന്നതി ഇന്ന് മാറിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തം വന്നിട്ട് 21 വർഷം പൂർത്തിയാകുമ്പോഴും ഇന്നലെ എന്ന പോലെ ആ കറുത്ത രാത്രി ഇന്നും ഉന്നതിയിലെ മുതിർന്നവരുടെ മനസ്സിലുണ്ട്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ നടന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഗവേണിംഗ് കൗൺസിൽ സെക്രട്ടറി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോർഡിനേറ്റർ ലിൻഡോഷ് ജോൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ, PTA പ്രസിഡന്റ് CS കൃഷ്ണമണി, ആന്റി നർക്കോട്ടിക് സെൽ കൺവീനർ ബിനോദ് ജോസ്, AF ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, NCC ഓഫീസർ MA പ്രശോഭ് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ സെമിനാർ റിട്ടയർഡ് SI M രാമചന്ദ്രൻ ക്ലാസ് നയിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആമ്പലൂർ ജംഗ്ഷനിലേക്ക് നടന്ന ലഹരിവിരുദ്ധ റാലി കെ രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടി. SHCGHSS ചാലക്കുടി, SCGHSS കോട്ടക്കൽ, മാള എന്നീ വിദ്യാലയങ്ങൾ ജില്ലാതലത്തിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഉപജില്ലാതലത്തിലെ മികച്ച വിദ്യാലയങ്ങളായി PCGHSS വെള്ളിക്കുളങ്ങര, ദീപ്തി HS തലോർ, NHSS ഇരിങ്ങാലക്കുട, സെന്റ് അഗസ്റ്റിൻ HSS കുട്ടനെല്ലൂർ തുടങ്ങിയവ തിരഞ്ഞെടുക്കപ്പെട്ടു. AI ലിറ്ററസി, റോബോട്ടിക് പരിശീലനം, ഡിജിറ്റൽ ഇൻക്ലൂഷൻ, സ്കൂളുകളുടെ സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന അവാർഡ് വിതരണ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ജില്ലാതല വിജയികൾക്കുള്ള അവാർഡ് വിതരണം നടത്തി. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ D സജിത് ബാബു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൈറ്റ് CEO K അൻവർ സാദത്ത് എന്നിവർ പങ്കെടുത്തു. ജില്ലാതലത്തിൽ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടുന്ന സ്കൂളുകൾക്ക് യഥാക്രമം 40,000, 30,000, 20,000 രൂപ വീതമാണ് ക്യാഷ് അവാർഡ്. പുരസ്കാര തുകയ്ക്ക് പുറമെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രോഫിയും പ്രശംസാപത്രവും സ്കൂളുകൾക്ക് വിതരണം ചെയ്തു. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമായി. ഗണപതി ഹോമം, പ്രസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ, വലിയ പാണി, ബ്രഹ്മകലശാഭിഷേകം, ശ്രീഭൂതബലി തുടങ്ങി ചടങ്ങുകൾ നടത്തി. വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രാചാര്യൻ TS വിജയൻ തന്ത്രി, മേൽശാന്തി അനൂപ് ചോച്ചേരിക്കുന്ന് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഷാജുമോൻ അയ്യഞ്ചിറ, സെക്രട്ടറി രാജീവ് എടശ്ശേരി, ട്രഷറർ സന്തോഷ് നടുവിലവളപ്പിൽ, രക്ഷാധികാരി ബൈജു പുതുപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. കൃഷിയുടെയും ആരോഗ്യത്തിൻ്റെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെയും സന്ദേശമുയർത്തി വിഷൻ ഇരിഞ്ഞാലക്കുടയുടെ 10ാമത് സപ്തദിന ഞാറ്റുവേല മഹോത്സവത്തിന് തുടക്കമായി. കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് KK ശിവൻകുട്ടി, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലർ PV ശിവകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, വിഷൻ ഇരിങ്ങാലക്കുട ട്രഷറർ
KN സുഭാഷ്, കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലറും വിഷൻ ഇരിങ്ങാലക്കുട കമ്മിറ്റി അംഗവുമായ അൽഫോൺസ തോമസ്, ചീഫ് കോർഡിനേറ്റർ സിമീഷ് സാഹു, ഇരിങ്ങാലക്കുട ഗേൾസ് LP സ്കൂൾ പ്രധാനാധ്യാപിക അസീന, ചമയം പ്രസിഡന്റ് AN രാജൻ, ഉദിമാനം കലാസമിതി സ്ഥാപകൻ അയ്യപ്പക്കുട്ടി, BRC കോർഡിനേറ്റർ സത്യപാലൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ MS ദാസൻ, കുര്യൻ ജോസഫ്, വിമി, അശ്വതി, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K വൃന്ദ, മണി സജയൻ, വേളൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം അയ്യപ്പൻ, മുരിയാട് പഞ്ചായത്ത് അംഗങ്ങളായ TK ശശി, ഷാരി വീനസ്, ജ്യോതി സരിൻ, അഞ്ജലി ഷാബു എന്നിവർ സന്നിഹിതരായി. സംഗമ സാഹിതിയുടെ നേതൃത്വത്തിൽ കവിയരങ്ങും അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് സാഹിത്യ നിരൂപണങ്ങള്, പുസ്തകങ്ങൾ തുടങ്ങിയ 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഭാഗമായിട്ടാണ് ആരവങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഈ കൊടിയേറ്റം. മുഹമ്മദ് നദീം സാറാണ് കൊടിയേറ്റിയത്. നമുക്കേവർക്കും 1 മാസം കൊണ്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജനകീയ പൊതുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ലഹരി മാഫിയക്കെതിരെ നിർത്തുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ, ആശംസകളുണ്ടാവും. തൃക്കൂർ ഗവൺമെൻറ് LP സ്കൂളിൽ കുട്ടികളുടെ കളിസ്ഥലവും ഹൈടെക്കാണ്. ആധുനിക രീതിയിൽ നിർമ്മിച്ച ടർഫ് മൈതാനിയിലാണ് ഇവിടെ കുരുന്നുകൾ കായിക മികവ് പടുത്തുയർത്തുന്നത്. തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂൾ കോമ്പൗണ്ടിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം അധ്യാപകർക്കും കുട്ടികൾക്കും ഒരുപോലെ ഭീതി നിറയ്ക്കുന്നതായിരുന്നു. ഇവിടെയാണ് സർക്കാർ സ്ഥാപനമായ KSFEയുടെ സഹായത്തോടെ മനോഹരമായ ടർഫ് മൈതാനം സജ്ജമാക്കി സ്കൂൾ ശ്രദ്ധേയമാകുന്നത്. പ്രധാനാധ്യാപിക ജസീമ ടീച്ചറുടെ നേതൃപാടവവും KK രാമചന്ദ്രൻ MLAയുടെ പിന്തുണയും സ്കൂളിന് എന്നും മുതൽക്കൂട്ടാണ്. 10 ലക്ഷം രൂപ ചിലവിട്ടാണ് 4000 സ്ക്വയർ ഫീറ്റിൽ ചെറിയ ഗാലറി ഉൾപ്പെടെ ആധുനിക മഡ് ടർഫ് ഇവിടെ ഒരുക്കിയത്. ജില്ലയിൽ തന്നെ ഒരു സർക്കാർ ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ ആധുനിക ടർഫ് മൈതാനം അപൂർവമാണ്. നമ്മുടെ സ്കൂളിൽ കുട്ടികളെ കായികമായിട്ട് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് KSFEയുടെ CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് പണിത ഒരു ടർഫാണ്. ഇതിനു മുൻപ് ഇവിടെ ഒട്ടും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് ആയിരുന്നില്ല. അതിപ്പോൾ ഈ നിലയിലേക്ക് ഒരു മഡ് ഗ്രൗണ്ടാക്കി മാറ്റി ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് നമ്മളിവിടെ കായിക മേഖലയിൽ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇനി നല്ലൊരു ഫുട്ബോൾ പരിശീലനം കൂടി, ഇന്ന് ഇപ്പോൾ ഫുട്ബോളിൻ്റെ FIFA വേൾഡ് കപ്പ് നടക്കണതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഞങ്ങൾക്ക് കുട്ടികളിൽ കാണാനായിട്ട് സാധിച്ചു. കാരണം പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഈ സ്പോർട്സിനോടുള്ള താല്പര്യം കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലൊരു ഫുട്ബോൾ കോച്ചിങ് കൊടുത്ത് ഒരു നല്ലൊരു ഫുട്ബോൾ ടീമിനെയും കൂടി ഇവിടെ നിന്ന് സെറ്റാക്കി എടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് സഹായിച്ചത് KSFEയുടെ ഒരു CSR ഫണ്ടാണ്. അപ്പോൾ പ്രത്യേകം ഞങ്ങൾ അവർക്ക് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇതിനടുത്ത് തന്നെയായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്കൊരു നല്ല പാർക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടായിരിക്കും. 2022-23 കാലഘട്ടത്തിൽ KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച മനോഹരമായ ക്ലാസ് മുറികളോടുകൂടിയ സ്കൂൾ കെട്ടിടം, മികച്ച ശുചിമുറികൾ, വർണ്ണക്കൂടാരം, കുട്ടികളുടെ പാർക്ക്, മനോഹരമായി അലങ്കരിച്ച സ്കൂൾ ചുവരുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾ തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നതായിരുന്നു. ഇതിനു പുറമെയാണ് മനോഹരമായ ആധുനിക ടർഫ് മൈതാനി കൂടി സ്കൂളിന് സ്വന്തമാകുന്നത്. കായികപരമായി മികവ് പുലർത്താൻ ഈ കുട്ടികളെ സഹായിച്ച KSFEക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ സ്കൂളിന് വളരെയധികം സഹകരണങ്ങളുണ്ട്. വളരെ സാധാരണക്കാരായ കുട്ടികളെ പഠനത്തോടൊപ്പം കായിക മികവിലേക്ക് ഉയർത്തുന്ന എല്ലാ സഹായങ്ങൾക്കും PTA ഭാഗത്തുനിന്ന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. തീർന്നില്ല. 25-26 കാലഘട്ടത്തിലെ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന മനോഹരമായ പാർക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. കൂടാതെ സ്റ്റേജിന്റെ നിർമ്മാണ പൂർത്തീകരണവും സ്കൂൾ കോമ്പൗണ്ടിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ചുറ്റുമതിൽ നവീകരിച്ച് മുറ്റം ടൈൽ വിരിച്ച് മനോഹരമാക്കുന്നതും ഉൾപ്പെടെ 40 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൂടി ഈ അധ്യയന വർഷം സ്കൂളിൽ നടപ്പാക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചിട്ടുണ്ട്. KG മുതൽ 4ാം ക്ലാസ് വരെ 120ഓളം കുട്ടികൾ പഠിക്കുന്ന തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂൾ സാധാരണക്കാരായ കുരുന്നുകൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി മാതൃകയാവുകയാണ്.
സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക്കായി മാറുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾ ഹൈടെക്കാക്കി മാറ്റുക എന്നത് MLA KK രാമചന്ദ്രൻ്റെ വലിയ സ്വപ്നമായിരുന്നു. അതിലേക്കൊരു ചുവടുകൂടിയായി മാറുകയാണ് തൃക്കൂർ ഗവൺമെൻറ് LP സ്കൂളിൽ ആധുനിക രീതിയിലുള്ള ഒരു ടർഫ് മൈതാനം രൂപപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ടർഫ് മൈതാനമുള്ള LP സ്കൂൾ വേറെ ഉണ്ടോ എന്നത് സംശയമാണ്. സ്കൂളിനോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ സർക്കാർ സ്ഥാപനമായ KICFയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് മനോഹരമായ ഒരു മൈതാനമായി രൂപപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ കുട്ടികൾ പഠനത്തോടൊപ്പം കളിച്ചും വളരട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇനി കാണാം ബിസിനസ് ന്യൂസ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖലയിലെ സമഗ്ര സേവനങ്ങൾ ലഭ്യമാക്കുന്ന അനീഷ M പണിക്കർ ആൻഡ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ പുതിയ ഓഫീസ് പുതുക്കാടിൽ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയപാത 544-ൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം ഒരുക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം പാമ്പുമേക്കാട്ട് കാരണവർ PS ശ്രീധരൻ നമ്പൂതിരി നിർവഹിച്ചു. ചടങ്ങിൽ സാമൂഹിക വ്യാപാര വ്യവസായ മേഖലയിലെ പ്രമുഖർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ക്ഷണിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ സമഗ്ര ചാർട്ടേഡ് അക്കൗണ്ടൻസി സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. പരിചയസമ്പന്നയായ CA അനീഷ M പണിക്കർ നേതൃത്വം നൽകുന്ന സ്ഥാപനം നികുതി, അക്കൗണ്ടിംഗ്, ഓഡിറ്റ്, ബിസിനസ് കൺസൾട്ടൻസി തുടങ്ങിയ മേഖലകളിൽ പ്രൊഫഷണൽ സേവനങ്ങൾ നൽകും. അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്, GST രജിസ്ട്രേഷൻ, GST റിട്ടേണുകൾ, കമ്പനി LLP രജിസ്ട്രേഷൻ, സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻസി, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ബിസിനസ് അഡ്വൈസറി, നിയമാനുസൃത സാമ്പത്തിക സേവനങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാകുമെന്ന് സ്ഥാപന അധികൃതർ അറിയിച്ചു. പുതുക്കാടിനും സമീപ പ്രദേശങ്ങളിലെ വ്യാപാരികൾക്കും സംരംഭകർക്കും വ്യക്തിഗത നികുതിദായകർക്കും വിശ്വസനീയവും സമയബന്ധിതവുമായ പ്രൊഫഷണൽ സേവനങ്ങൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക അനീഷ M പണിക്കർ ആൻഡ് കോ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, പുതുക്കാട്. ഫോൺ നമ്പർ 9495595409. കേരളത്തിലെ വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ പുതിയ ഭാരവാഹികളെ നിയമിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉത്തരവിറക്കി. ഇതിന്റെ ഭാഗമായി തൃശൂർ DCCയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി KL ജെയ്സനെ നിയമിച്ചു. തൃശൂരിന് പുറമെ കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ, കോട്ടയം എന്നീ ജില്ലകളിലും പുതിയ ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചിട്ടുണ്ട്. നിയമന ഉത്തരവ് അതാത് ജില്ലാ DCC പ്രസിഡന്റുമാർക്ക് കൈമാറി. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള 12ാമത് ഞാറ്റുവേല കാർഷിക മഹോത്സവം ഈ മാസം 17, 18 തീയതികളിൽ നെല്ലായിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവർക്കും സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് അംഗങ്ങൾക്കും സനീഷ് കുമാർ ജോസഫ് MLA ഉപഹാരം നൽകും. CBSE 10ാം ക്ലാസ്, 12ാം ക്ലാസ് പരീക്ഷകളിൽ ഫുൾ A1 നേടിയ പ്രതിഭകളെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ആദരിക്കും. മികച്ച കർഷകനുള്ള പുരസ്കാരം കൃഷി ഓഫീസർ MR അനീറ്റ സമ്മാനിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ R നാരായണൻകുട്ടി, PK പ്രസാദ്, CM ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഇനി കാണാം ഇൻഫോടോക്ക്. BP കൂടുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണം ഉപ്പാണെന്നാണ് പലരും കരുതുന്നത്. ഉപ്പ് രക്താതിമർദ്ദ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഉപ്പ് മാത്രമല്ല, പഞ്ചസാരയും രക്തസമ്മർദ്ദം കൂട്ടാം. റിപ്പോർട്ട് കാണാം. പഞ്ചസാര പാനീയങ്ങളിൽ നിന്നും അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളിൽ നിന്നും അമിതമായി ചേർക്കുന്ന പഞ്ചസാരയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കാം. പഴങ്ങളിൽ കാണപ്പെടുന്ന പ്രകൃതിദത്ത പഞ്ചസാരയിൽ നിന്ന് വ്യത്യസ്തമായി സോഫ്റ്റ് ഡ്രിങ്കുകൾ, പാക്ക് ചെയ്ത ജ്യൂസുകൾ, മധുരപലഹാരങ്ങൾ, മധുരമുള്ള കോഫി, എനർജി ഡ്രിങ്കുകൾ, സംസ്കരിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവയിലൂടെ പഞ്ചസാര പലപ്പോഴും വലിയ അളവിൽ ശരീരത്തിലെത്തുന്നു. ഇത് യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും രക്തക്കുഴലുകൾ വഴക്കമുള്ളതായി നിലനിർത്താൻ സഹായിക്കുന്ന നൈട്രിക് ഓക്സൈഡ് എന്ന
തന്മാത്ര കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും വയറിലെ പൊണ്ണത്തടിക്കും കാരണമാകുന്നു. ഇവ രണ്ടും ഹൈപ്പർ ടെൻഷന്റെ പ്രധാന കാരണങ്ങളാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജൂലൈ 22-ന് രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487233413. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,160 രൂപ, പവന് 1,05,280 രൂപ. തലോർ ജെറുസലേം റോഡിൽ അരിമ്പൂര് കൊമ്പൻ ഡേവിസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമാണ്. സംസ്കാരം നടത്തി. മോളിയാണ് ഭാര്യ. സ്റ്റാറി, റിസ്റ്റൻ എന്നിവർ മക്കളും ജ്യോതിഷ്, ഷിൻസി എന്നിവർ മരുമക്കളുമാണ്. പേരാമ്പ്ര കരിയാട്ടിൽ കൊട്ടേക്കാലി ജോസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിൽ. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളി മുൻ ട്രസ്റ്റിയും അപ്പോളോ ടയേഴ്സ് റിട്ടയർഡ് ജീവനക്കാരനുമാണ്. അന്നമാണ് ഭാര്യ. ഡെയ്സി, ഡെയ്സൺ, ഡെന്നി എന്നിവർ മക്കളും. അഗസ്റ്റിൻ കോനുപറമ്പിൽ, സീമ പന്തല്ലൂക്കാരൻ, സ്മിഷ ചക്കേത്ത് എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുരം പുളിക്കൽ ബാബു അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഇരിഞ്ഞാലക്കുട മുക്തിസ്ഥാനിൽ. ശാന്തയാണ് ഭാര്യ. ഷാബു, ബിന്ദു എന്നിവർ മക്കളും. ദീപ, രമേശ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പ്രതിയെ പോലീസ് പിടികൂടി. ആനപ്പാന്തം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 21 വർഷം. കണ്ണീരോർമ്മയിൽ കാടർ കുടുംബങ്ങൾ. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിന് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.